അടിമാലി മാർക്കറ്റിൽ പ്രവർത്തിച്ചിരുന്ന പഞ്ചായത്തിന്റെ അറവുശാല അടച്ചുപൂട്ടി. അറവുശാല ഇതുവരെ പ്രവർത്തിപ്പിച്ച് വന്നിരുന്നയാൾ അറവു മാലിന്യങ്ങൾ സമീപത്തെ ജലസ്രോതസ്സിലേക്ക് ഒഴുക്കിയെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി. ഈ മാലിന്യം നീക്കം ചെയ്യാൻ അറവുശാല നടത്തിപ്പുകാരന് നിർദ്ദേശം നൽകിയതായും അല്ലാത്തപക്ഷം നിയമ നടപടി സ്വീകരിക്കുമെന്നും ഗ്രാമപഞ്ചായത്ത് അധികൃതർ വ്യക്തമാക്കി. അടിമാലി ടൗണിലെ മാർക്കറ്റിലായിരുന്നു പഞ്ചായത്തിന് കീഴിലുള്ള അറവുശാല പ്രവർത്തിച്ച് വന്നിരുന്നത്. സ്വകാര്യ വ്യക്തി അറവുശാല ലേലത്തിൽ എടുത്തായിരുന്നു അറവുശാല പ്രവർത്തിച്ചിരുന്നത്. നിലവിൽ അറവുശാല പഞ്ചായത്ത് അടച്ചുപൂട്ടി. അറവുശാല ഇതുവരെ പ്രവർത്തിച്ചു വന്നിരുന്നയാൾ അറവു മാലിന്യങ്ങൾ സമീപത്തെ ജലസ്രോതസ്സിലേക്ക് ഒഴുക്കിയെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടിയെന്ന് ഗ്രാമപഞ്ചായത്ത് അധികൃതർ പറഞ്ഞു. ഈ സ്ഥാപനത്തിന്റെ പ്രവർത്തനാനുമതി നിഷേധിച്ചുകൊണ്ട് തുടർന്ന് പ്രവർത്തിക്കേണ്ട എന്ന് പറഞ്ഞ സ്ഥാപനം അടച്ചുപൂട്ടുന്നതിനുള്ള നോട്ടീസ് നൽകുകയും ഈ സ്ഥാപനത്തിനെ അടച്ചുപൂട്ടുകയും ചെയ്തിരിക്കുന്നത്. ഇത്തരം പ്രവർത്തനങ്ങൾ വളരെ കർശനമായി നിരീക്ഷിക്കേണ്ടതും നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണൽ ഉൾപ്പെടെയുള്ള കോടതി പോലുള്ള സ്ഥാപനങ്ങൾ വളരെ കർശനമായി നിരീക്ഷിക്കുന്നതുമാണ്. നിരവധി തവണ വാണിംഗ് നൽകിയിട്ടുള്ളതുമാണ്. അപ്പോൾ എന്നിട്ട് പോലും രണ്ടാമത്തെ തവണ വീണ്ടും ഇത് ഉണ്ടായതുകൊണ്ടാണ് അതിൻ്റെ സ്ഥാപനം അടച്ചുപൂട്ടുന്നതിന് തന്നെ നോട്ടീസ് നൽകിയിട്ടുള്ളത്. നിലവിൽ ഈ സ്ഥാപനം പഞ്ചായത്തിൽ നിന്ന് ലൈസൻസ് പോലും ലഭ്യമാക്കാതെയാണ് പ്രവർത്തിച്ചു വരുന്നത് എന്നുള്ളതും കൂടി ശ്രദ്ധയിൽപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് സ്ഥാപനം പൂട്ടുന്നതിനായി നോട്ടീസ് നൽകിയിരിക്കുന്നത്. അറവുശാലയിൽ നിന്നും മാലിന്യം സമീപത്തെ ഓടയിലേക്ക് എത്തുന്നുവെന്ന പരാതി മുൻപ് പലതവണ ഉയർന്നിട്ടുണ്ട്. അറവുശാല പരിസരം വൃത്തിഹീനമാണെന്നും ആക്ഷേപം ഉയർന്നിരുന്നു. ഓടയിലേക്ക് എത്തുന്ന മാലിന്യം ഒഴുകിച്ചെന്ന് ചേരുന്നത് ദേവിയാർപ്പുഴയിലേക്കാണ്. ഇതും പരാതികൾക്ക് ഇടവരുത്തി. ഇത്തരം സാഹചര്യത്തിലാണ് നടപടി കൈക്കൊണ്ടിട്ടുള്ളതെന്നാണ് പഞ്ചായത്തിന്റെ വിശദീകരണം. ഈ മാലിന്യം നീക്കം ചെയ്യാൻ അറവുശാല നടത്തിപ്പുകാരന് നിർദ്ദേശം നൽകിയതായും അല്ലാത്തപക്ഷം നിയമ നടപടി സ്വീകരിക്കുമെന്നും ഗ്രാമപഞ്ചായത്ത് അധികൃതർ വ്യക്തമാക്കി. നിലവിൽ അറവുശാല നടത്തിവന്നിരുന്നയാളുടെ ലേല കാലാവധി കഴിഞ്ഞതായും ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, അടിമാലി.